കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ജെനറ്റിക്സിലെ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ കൊണ്ടുവന്നിട്ടുള്ളത് മെൻഡൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇതില് എങ്ങനെയാണ് ഒരു പാരന്റ് ജനറേഷൻ നിന്ന് ഓഫ്സ്പ്രിങ്സിലോട്ട് വരുമ്പോൾ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു കൂടെ നോക്കിയിട്ട് നമുക്ക് കോഡോമിനൻസിലോട്ട് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെന്റേലിയൻ പാറ്റേൺ ഒന്നും അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ നോൺ മെന്റേലിയൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. IB എന്നുള്ളൊരു ഫോമുല ആണെങ്കിൽ AB രണ്ടും ആ റെപ്രസെന്റേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. വെൽക്കം ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. സോ നമുക്കിന്ന് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം. സോ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ജെനറ്റിക്സിലെ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ കൊണ്ടുവന്നിട്ടുള്ളത് മെൻഡൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സോ മെൻഡൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പീ പ്ലാന്റ്സിൽ എക്സ്പെരിമെന്റ്സ് നടത്തി ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്യാരക്ടർ എങ്ങനെയാണ് പാരന്റൽ ജനറേഷനിൽ നിന്ന് എങ്ങനെയാണ് തൊട്ടടുത്ത ഓഫ്സ്പ്രിംഗ് ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു പാറ്റേൺ ഡെവലപ്മെന്റ് ചെയ്തത് മെൻഡൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് നമുക്ക് ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് എന്ന് പറയാം. ഓക്കെ, സോ അതിന് വിപരീതമായിട്ട് എന്താണ് ആ ഒരു ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് ഫോളോ ചെയ്യാത്ത ഒരു പാറ്റേൺസിനെയാണ് നമ്മൾ നോൺ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് എന്ന് പറയുന്നത്. സോ മെൻഡൽ എന്ന് പറയുന്ന വ്യക്തി പീ പ്ലാന്റ്സില് എക്സ്പെരിമെന്റ് ചെയ്തു. എന്തിനെ കുറിച്ച്? എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എങ്ങനെയാണ് അടുത്ത ജനറേഷനിലോട്ട്, അതായത് ഇപ്പൊ ഒരു പ്ലാന്റിന്റെ സീഡിന്റെ കളർ റെഡ് ആണെന്ന് വിചാരിച്ച ആ സെയിം ട്രൈറ്റ് എങ്ങനെയാണ് തൊട്ടടുത്ത ജനറേഷനും കിട്ടുന്നത് എന്ന് ആണ് അദ്ദേഹം എന്ത് ചെയ്തത്, റിസർച്ച് ചെയ്തത് ബൈ യൂസിങ് പീ പ്ലാന്റ്. സോ അതുവഴി എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്. ആ ജീനിലൂടെയാണ് ആ ട്രൈറ്റ്സ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ജീൻസിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണുള്ളത്. അതിനാണ് അലീൽ എന്ന് പറയാം. അതായത് നമുക്കിപ്പോ നമ്മുടെ ജീൻ ഉദ്ദേശിക്കുന്നത് ട്രൈറ്റ്സ്, ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ്സ് ഹൈറ്റ് ആണ് വിചാരിക്കും. ഈ ഹൈറ്റ് ആണ് ഈ ജീൻ. ഈ ഹൈറ്റിനെ ക്യാരി ചെയ്യുന്ന ഈ ജീനിന് രണ്ട് അലിലിക് ഫോംസ് അല്ലെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ജീൻ ആണെങ്കിൽ അതിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്. അതായത് ടോളും ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്വാർഫും ഉണ്ടാവും. ഓക്കെ, സോ ടോളും ഉണ്ടാവും, ദെൻ ഡോർഫും ഉണ്ടാവും. മനസ്സിലായില്ലേ? ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. സോ ഇതില് എങ്ങനെയാണ് ഒരു പാരന്റ് ജനറേഷൻ നിന്ന് ഓഫ്സ്പ്രിങ്സിലോട്ട് വരുമ്പോൾ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു കൂടെ നോക്കിയിട്ട് നമുക്ക് കോഡോമിനൻസിലോട്ട് കടക്കാം. സോ ടി എന്ന് പറയുന്ന ഈ ഒരു ഫോം ആണെങ്കിൽ, അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ജീനിന്റെ അലലിക് ഫോം ആണ്. ഓക്കെ, ഈ അലലിക് ഫോം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടോൾനെസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സ്മോൾ ടി എന്ന് പറയുന്ന കണ്ടീഷൻ ഡോർഫിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇത് രണ്ടും ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് അലലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസും സെയിം ആണ് അല്ലെ? സോ നമുക്ക് അതിനെ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയാം. സോ അതുകൊണ്ട് ക്യാപിറ്റൽ ടി ആയപ്പോൾ അത് ടോൾ ആയിട്ടും സ്മോൾ ടി ആയപ്പോൾ അത് ഡ്വാർഫ് ആയിട്ടും വന്നു. ഇനി വേറൊരു കാര്യം നോക്കാം. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ടോൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് ഈ ഒരു ക്യാപിറ്റൽ ടി ഈ ഒരു സ്മോൾ ടിക്ക് ഡൊമിനന്റ് ആയിട്ട് നിൽക്കും എന്നാണ് മെൻഡല് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിലൂടെ പറഞ്ഞത്. ഒന്നും കൂടെ പറയാം. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ബിയർ ചെയ്യുന്ന ജീൻ, അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് ക്യാരി ചെയ്യുന്ന ജീൻസിന് രണ്ട് അലലിക് ഫോംസ് അല്ലെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. രണ്ട് ക്യാപിറ്റൽ ടി ആയിട്ടുള്ള ഫോം അല്ലെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ അവയെ ടോൾ ആയിട്ടും, സ്മോൾ ടി എന്ന് പറയുന്ന ഹോമോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ അവയെ ഡോർഫ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പിന്നെ നമ്മൾ പറയുന്നത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ മെൻഡേലിയൻ പാറ്റേൺസിൽ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഈ ഒരു ക്യാപിറ്റൽ ടി ഈ ഒരു സ്മോൾ ടിക്ക് ഡൊമിനന്റ് ആയിട്ട് നിന്ന് ആ ക്യാപിറ്റൽ ടി ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുക. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഇൻഹെറിറ്റന്റ് പാറ്റേൺസിലാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ ഈ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ്, അതായത് ഇതൊന്നും ഫോളോ ചെയ്യാത്ത ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു അലീല് അടുത്ത അലീലിനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യാത്ത പാറ്റേൺ ആണ് എന്ത്?
നോൺ മെന്റേലിയൻ പാറ്റേൺ. എന്താണ് നോൺ മെന്റേലിയൻ പാറ്റേൺ? സോ ആ പാറ്റേൺ 2 കൈൻഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള കോഡോമിനൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെന്റേലിയൻ പാറ്റേൺ ഒന്നും അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ നോൺ മെന്റേലിയൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. അതായത് ഈ ഡോമിനന്റ് റിസസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു കാര്യം, അതിൽ നിന്ന് മെന്റേലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുന്ന ഒരു പ്രോസസ് ആണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മുടെ ഈ ഒരു കോഡോമിനൻസ് പറയുന്നത്? ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് ബോത്ത് അലീൽസ് എക്സ്പ്രസ് ഈക്വലി. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ ഇൻഹെറിറ്റിംഗ് പാറ്റേൺസിലാണെങ്കിൽ, മെന്റേലിയൻ ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് ആണെങ്കിൽ ഈ ഒരു അലീല് ഇതിന് ഡോമിനന്റ് ആവും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു ഇൻഹെറിറ്റൻസ്, അതായത് നോൺ മെന്റേലിയൻ ആയിട്ടുള്ള പാറ്റേൺസ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലി റെപ്രസെന്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ദ ബോത്ത് അലീൽസ് എക്സ്പ്രസ് ഈക്വലി. രണ്ട് അലീൽസും നമുക്ക് ഈക്വലി എക്സ്പ്രസ് ചെയ്യും. അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതായത് ഒരു അലീലും അവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നില്ല, ബോത്ത് ട്രൈറ്റ്സും അവിടെ അപ്പിയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ബോത്ത് അലീൽസും അവിടെ അപ്പീൽ ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് അലീൽസും ഒരുപോലെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന ഒരിക്കലും ഒരു അലീൽ അവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു പശു, ആ പശു വൈറ്റ് കളറാണ്, വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു പശുവും അതുപോലെ തന്നെ വൈറ്റ് കളറായിട്ടുള്ള പശുവും റെഡ് കളറായിട്ടുള്ള ഒരു പശുവും കൂടെ ക്രോസ് ചെയ്തു നമ്മൾ. ഈ രണ്ട് കളറുള്ള ഒരു പശുവും കൂടെ വന്നപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതിലാണെങ്കിൽ എന്താണ്, നമ്മൾ മെന്റേലിയൻ പാറ്റേൺസിലാണ് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു അലീൽസ് അടുത്ത അലീലിന് ഡൊമിനന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഈ ഒരു കോഡോമിനൻസിൽ രണ്ട് അലീലും അവിടെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എന്താണ്, RWR, അതായത് വൈറ്റ് കളറായിട്ടുള്ള പശുവും റെഡ് കളറായിട്ടുള്ള ഒരു പശുവും കൂടെ അല്ലെങ്കിൽ വന്നപ്പോ അതിന് മാച്ച് ആയിട്ട്, അതായത് മീറ്റ് ചെയ്ത് വന്നപ്പോ അതിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാ ഒരു മെന്റേലിയൻ പാറ്റേൺ ആണെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു കാര്യം മാത്രം അവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കും. ചിലപ്പോൾ വൈറ്റ് കളർ ആവാം, ചിലപ്പോൾ റെഡ് കളർ ആവാം. പക്ഷെ ഈ കോഡോമിനൻസിൽ രണ്ട് ക്യാരക്ടേഴ്സും അവിടെ അപ്പിയർ ചെയ്യുന്ന പറയുന്നത്. അതായത് റെഡ് കളറും ഉണ്ടായിരിക്കും, വൈറ്റ് കളറും ഉണ്ടായിരിക്കും ആ പശുവിന്. ഓക്കെ, സോ എക്സാമ്പിൾ, അടുത്ത എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗിലെ ജീനാണ് I എന്ന് വിചാരിക്കും. സോ IA എന്ന് പറയുന്ന ഒരു അലീലിക് ഫോം ആണെങ്കിൽ അതിൽ ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും. IB എന്ന് പറയുന്ന ഒരു ജീനാണെങ്കിൽ അലീലിക് ഫോം ആണെങ്കിൽ അവിടെ B ആയിരിക്കും. ഇനി IA IB, ഇപ്പം നോൺ മെന്റേലിയൻ പറയും ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പാണ് അവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുക. പക്ഷെ ഇൻ ദീസ് കേസിൽ രണ്ട് അലീൽസും അല്ലെങ്കിൽ രണ്ട് ട്രൈബ്സും ഈക്വലി അപ്പിയർ ചെയ്യുന്നു നമ്മൾ പറയുമെങ്കിൽ AB എന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഡെവലപ്മെന്റ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, കോഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു അലീലും അവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നില്ല, അതിലുപരി രണ്ട് ട്രൈബ്സ് നമുക്ക് ഒരുപോലെ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ആണ് ABO ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് കോഡോമിനൻസ് ഷോ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AB ഗ്രൂപ്പ് ആണ്. അതായത് IA എന്ന അലീലാണെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പും, IB ആണെങ്കിൽ ഇറ്റ്സ് B ബ്ലഡ് ഗ്രൂപ്പും, IB എന്നുള്ളൊരു ഫോമിലാണെങ്കിൽ AB, രണ്ടും അവിടെ റെപ്രസെന്റേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഗ്രൂപ്പ് AB എന്ന് പറയുന്നത് കോഡോമിനൻസ് എന്ന് പറയുന്ന ആ ഒരു നോൺ മെന്റേലിയൻ പാറ്റേൺ അവിടെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, എന്തിനാണ് ഇത് ഇമ്പോർട്ടൻസ്? നമുക്ക് ഇൻഹെറിറ്റന്റ് പാറ്റേൺസ് എങ്ങനെയാണ് വരുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ജനറ്റിക്കൽ സ്റ്റഡീസിന് ഇത് വളരെയധികം ഹെൽപ്പാണ്. സോ പാരന്റൽ ട്രൈറ്റ്സ് ഈക്വലി നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒരാളുടെ ഡൊമിനൻസ് അവിടെ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരു റെഡ്, ഇപ്പൊ വേറൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒരു വൈറ്റ് ഫ്ലവറും അതുപോലെ തന്നെ ഒരു പിങ്ക് ഫ്ലവറും കൂടെ ഞാൻ ക്രോസ് ചെയ്തു. ഇപ്പൊ സാധാ മെന്റേലിയൻ പാറ്റേണിൽ അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു അലീൽ അവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ഈ കോഡോമിനന്റിൽ രണ്ടും അവിടെ റെപ്രസെന്റ് ചെയ്യും. അതായത് വൈറ്റും അതുപോലെ തന്നെ പിങ്കും ഷെയ്ഡും മിക്സപ്പും ചെയ്തിട്ടുള്ള ഒരു ട്രൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഒന്നും കൂടെ പറയാം, കോഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു അലീലിന്റെയും അതിലെന്താണ് ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ് ക്യാരി ചെയ്യുന്ന ജീൻസിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. സോ ആ ഒരു അലീലിക് ആയിട്ടുള്ള ഫോംസ് അതിൽ ഏതെങ്കിലും ഒരു അലീലിന് ഡൊമിനന്റ് ആയിട്ട് നിൽക്കില്ല. അതായത് ഇപ്പൊ ക്യാപിറ്റൽ T സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാപിറ്റൽ T ഇതിന് ഡൊമിനന്റ് ആയി നിന്ന് ടോൾനെസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത് പോലെ ഈ ഒരു കോഡോമിനൻസിൽ വരില്ല. രണ്ടും ഈക്വലി എന്ത് ചെയ്യും, ഈക്വലി അപ്പിയർ ചെയ്യും.
അതായത് ഐ ബി എന്നുള്ള ഒരു ഫോം ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഈക്വലി അവിടെ എന്ത് ചെയ്യും, അപ്പിയർ ചെയ്യും. അപ്പൊ രണ്ട് ട്രൈബ്സും ഈക്വലി, അല്ലെങ്കിൽ പാരന്റ്സിന്റെ രണ്ട് ട്രൈബ്സും നമുക്ക് ഈക്വലി വിസിബിൾ ആവുന്ന ഒരു നോൺ മെന്റേലിയൻ പാറ്റേൺ ആണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. സോ കോഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു നോൺ മെന്റേലിയൻ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഒരു മെന്റേലിയൻ പാറ്റേണിനുപരി രണ്ട് അലീലിക് ഫോംസും അവിടെ ഈക്വലി നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു അലീലിന്റെ ഓവർ ഡോമിനൻസ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു കോഡോമിനൻസ് എന്ന് പറയുന്ന ഇൻഹെറിറ്റൻസ് പാറ്റേൺസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് കണ്ടെത്തുക. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു.